ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന കഥ അജാമിളോപാഖ്യാനമാണ്. ഒരിക്കൽ നാരായണ എന്ന നാമം ഉച്ചരിച്ചതിൻ്റെ ഫലമായിട്ട് അജാമിളന് ലഭിച്ചത് എന്തൊക്കെയാണ്? ഭഗവാന്റെ നാമോച്ചാരണത്തിൻ്റെ അനന്തമായ ഫലത്തെ വർണ്ണിക്കുന്ന ഒരു മനോഹരമായ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. മലയപർവ്വതത്തിൽ വെച്ച് അഗസ്ത്യ മഹർഷിയാൽ പറയപ്പെട്ട ഒരു കഥയാണിത്. പണ്ട് കന്യാകുബ്ജം എന്ന ഒരു സ്ഥലത്തിൽ അജാമിളൻ എന്ന പേരായൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. സദാചാര നിരതനായിരുന്നു അദ്ദേഹം. ഒരിക്കൽ തൻ്റെ അച്ഛൻ്റെ കൽപ്പന പ്രകാരം പഴങ്ങളും പുഷ്പങ്ങളും ചമത ദർഭ എന്നിവ സംഭരിക്കുവാനായി അദ്ദേഹം കാട്ടിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് ഒരു സ്ത്രീയെ കാണുകയും അവളിൽ അനുരക്തനായി അവളോടുകൂടി ജീവിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. അഗ്നിസാക്ഷിയായി വിവാഹം ചെയ്തിരുന്ന ഉത്കൃഷ്ടകുലജാതയായിരുന്ന പത്നിയെ അദ്ദേഹം ഉപേക്ഷിക്കേണ്ടായി. ന്യായമായും അന്യായമായും സമ്പാദിച്ച ധനം മുഴുവൻ അദ്ദേഹം തൻ്റെ ആ ഒരു പത്നിയെ സുഖമായി നോക്കുന്നതിനായി വിനിയോഗിച്ചു. അവളിൽ അദ്ദേഹത്തിന് പുത്രന്മാരും ഉണ്ടായി. അങ്ങനെ സ്വധർമ്മമെല്ലാം വെടിഞ്ഞ് അധർമ്മിയായി തന്നെ അദ്ദേഹം തൻ്റെ ആ ഒരു ശിഷ്ടകാലം കഴിച്ചു. 88 വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ആ ഒരു സ്ത്രീയിലുണ്ടായ 10ാമത്തെ പുത്രന് അദ്ദേഹം നാരായണൻ എന്നായിരുന്നു നാമകരണം ചെയ്തത്. ആ കുഞ്ഞാവട്ടെ അച്ഛനമ്മമാരുടെ കണ്ണിലുണ്ണിയുമായിരുന്നു. അദ്ദേഹത്തിന് ആ കുഞ്ഞിനോടുള്ള ഒരു സ്നേഹം നാൾക്കുനാൾ കൂടി വരികയുണ്ടായി. അദ്ദേഹം ഊണ് കഴിക്കുമ്പോഴും ആ കുഞ്ഞിനെ നാരായണനെ ഊട്ടിയും അദ്ദേഹം വെള്ളം പോലും കുടിക്കുമ്പോൾ അവനെ കുടിപ്പിച്ചുകൊണ്ടും എന്നു വേണ്ട എല്ലാ സമയത്തും അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യം ആ കുഞ്ഞിനെ ലാളിക്കുന്നതായിരുന്നു. അങ്ങനെ കാലം കഴിയവേ അദ്ദേഹത്തിൻ്റെ മരണസമയം അടുത്തു. ഭയങ്കര സ്വരൂപികളായ 3 യമദൂതന്മാർ അദ്ദേഹത്തിൻ്റെ സമീപത്ത് എത്തി. കയ്യിലാണെങ്കിൽ പാശം ധരിച്ചവരും വളഞ്ഞ മുഖത്തോടും മേൽപോട്ടുയർന്നു നിൽക്കുന്ന രോമങ്ങളോട് കൂടിയവരും തന്നെ കൊണ്ടുപോകുവാൻ വന്നവരുമായ അവരെ കണ്ട് അജാമിളൻ ഒന്ന് പേടിച്ചു. ദൂരെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ പ്രിയപുത്രനെ നാരായണനെ അദ്ദേഹം വിളിച്ചു. പുത്രനെയാണ്, തൻ്റെ മകനെയാണ് ഉദ്ദേശിച്ച് അദ്ദേഹം വിളിച്ചതെങ്കിലും ആ ഭഗവൻ നാമമായ നാരായണ എന്ന നാമം അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ അതിൻ്റെ ആ ഒരു മഹത്വം ഹേതുവായി 4 നാരായണ പാർഷദന്മാർ പെട്ടെന്നാണ് അവിടെ പ്രത്യക്ഷമായത്. അപ്പോഴേക്കും യമകിങ്കരന്മാർ കയറുകൊണ്ട് യമപാശത്തെയാണ് കയർ എന്ന് പറയുന്നത്. ആ യമപാശം കൊണ്ട് അദ്ദേഹത്തെ കെട്ടി വലിക്കുവാൻ തുടങ്ങിയവർ അദ്ദേഹത്തിൻ്റെ ജീവനെ ആ ഹൃദയാന്തർഭാഗത്ത് നിന്ന് വലിച്ചു തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും അവർ പെട്ടെന്നാണ് അവിടെ വിഷ്ണു പാർഷദന്മാർ പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞല്ലോ. ആദ്യമായി ആ യമകിങ്കരന്മാരെ ബലമായി തടഞ്ഞു അവർ. അപ്രകാരം തടയപ്പെട്ടപ്പോൾ അവർ ചോദിച്ചു വിഷ്ണു പാർഷദന്മാരോട്, യമധർമ്മരാജാവിൻ്റെ ആജ്ഞയെ തടുക്കുന്ന ഇവരാരാണ്? എവിടെ നിന്നാണ് നിങ്ങൾ വന്നത്? എന്തിനാണ് ഞങ്ങളെ തടഞ്ഞത്? എന്നുമെല്ലാം ചോദിച്ചു യമകിങ്കരന്മാർ. കിരീടം, കുണ്ടലങ്ങൾ, താമരമാല എന്നിവയാൽ അലങ്കൃതരായി പീതാംബരം ധരിച്ചവരായി 4 ഭുജങ്ങളോട് കൂടിയവരും പിന്നെയോ ധനുസ്, ആവനാഴി, ഗഡ്ഗം, ഗദ, ശംഖചക്രങ്ങൾ, പങ്കജം അതായത് താമര എന്നിവ കൊണ്ട് ശോഭിക്കുന്നവരും അതീവ ഭംഗിയുള്ളവരും പ്രഭാപടലം കൊണ്ട് ഇരുട്ടിനെ ദൂരീകരിക്കുന്നവരും അതേപോലെ താരുണ്യം തുളുമ്പുന്നവരുമായ ആ ഭഗവത് പാർഷദന്മാർ പുഞ്ചിരി തൂകിക്കൊണ്ട് ഈ യമകിങ്കരന്മാരോടായി പറഞ്ഞു, നിങ്ങൾ യമധർമ്മരാജാവിൻ്റെ കിങ്കരന്മാരാണെങ്കിൽ ധർമ്മത്തിൻ്റെ സ്വരൂപവും അതിൻ്റെ പ്രമാണവും പറഞ്ഞു കേട്ടാൽ കൊള്ളാമായിരുന്നു എന്ന്. ഈ ദണ്ഡം എങ്ങനെ ചെയ്യപ്പെടുന്നു? ആരെല്ലാമാണ് ഈ ദണ്ഡത്തിന് അർഹരായവർ? മറുപടിയായി യമദൂതന്മാർ പറഞ്ഞു, വേദത്താൽ വിധിക്കപ്പെട്ടതാണ് ധർമ്മം, വേദത്താൽ നിഷേധിക്കപ്പെട്ടത് അധർമ്മവും. ശ്രീനാരായണനിൽ നിന്ന് ഉത്ഭവിച്ച വേദം സാക്ഷാൽ ശ്രീനാരായണൻ തന്നെയാണെന്നാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്.
സൂര്യൻ, അഗ്നി, ആകാശം, വായു, ദ്യോവ്, ചന്ദ്രൻ, സന്ധ്യ, ദിനരാത്രങ്ങൾ, ദിക്കുകൾ, ജലം, ഭൂമി, കാലം, ധർമ്മൻ എന്നിവയെല്ലാം ജീവൻ്റെ സർവകർമ്മങ്ങൾക്കും സാക്ഷികളാണ്. ആ ലോകസാക്ഷികളുടെ മുൻപിൽ ആ അധർമ്മം ചെയ്ത ഇവൻ ദണ്ഡത്തിന് അർഹനാണ്. സർവജ്ഞനും ബ്രഹ്മതുല്യനുമായ ആ യമരാജൻ തൻ്റെ പുരിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ജീവൻ്റെ കർമ്മങ്ങൾ മനസ്സുകൊണ്ട് കാണുന്നു. ആ ജീവന് യോജിച്ച നരകം എന്തെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇവൻ വേദശാസ്ത്രങ്ങൾ അധ്യയനം ചെയ്തവനും പിന്നെയോ സൽസ്വഭാവം, സദാചാരം, ക്ഷമ എന്നിവ ഉണ്ടായിരുന്നവനും വ്രതങ്ങൾ അനുഷ്ഠിച്ചവനും ജിതേന്ദ്രിയനും എല്ലാമായിരുന്നുവെങ്കിലും ധർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഒരു തികഞ്ഞ ദേവദാസിയുടെ കൂടെ ജീവിതം നയിക്കുകയാണ് ഉണ്ടായത്. അപ്രകാരം പാപം ചെയ്തവനും പ്രായശ്ചിത്തം ചെയ്യാത്തവനുമായ ഇവനെ ദണ്ഡം കൊണ്ട് ശുദ്ധീകരിക്കുവാനായി ഞങ്ങൾ യമസന്നിധിയിലേക്ക് കൊണ്ടുപോകുവാനാണ് വന്നിരിക്കുന്നത്. യമകിങ്കരന്മാരുടെ വാക്കുകൾ കേട്ട ഭഗവത് പാർഷദന്മാർ പറഞ്ഞു, പാപരഹിതരും ദണ്ഡനാർഹന്മാരും ആയവരെ ദണ്ഡിക്കുന്നത് അധർമ്മമല്ലേ? എന്തെന്നാൽ ഇദ്ദേഹം വിവശനായിട്ടാണെങ്കിലും പാപനാശകം മാത്രമല്ല, സർവമംഗളങ്ങൾക്കും ഇരിപ്പിടമായ ശ്രീനാരായണ നാമം, ആ തിരുനാമം ഉച്ചരിക്കുകയുണ്ടായി. ആ തിരുനാമം ഒരിക്കൽ ഉച്ചരിക്കപ്പെട്ടാൽ മോക്ഷത്തിനുള്ള ഒരുക്കം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. ഇദ്ദേഹം ആ നാമോച്ചാരണത്താൽ ഈ ജന്മത്തിലെ മാത്രമല്ല കോടി ജന്മങ്ങളിലെയും പാപങ്ങൾക്കെല്ലാം പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു. ഭയത്താൽ പുത്രനെ ഉദ്ദേശിച്ചാണെങ്കിലും ഇദ്ദേഹത്താൽ ഉച്ചരിച്ച ആ ഒരു നാമമുണ്ടല്ലോ, നാരായണ എന്ന ആ ഒരു 4 അക്ഷരം കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ആ സർവ്വപാപങ്ങൾക്കും പരിഹാരമായി കഴിഞ്ഞിരിക്കുന്നു. കക്കുന്നവർ, മദ്യപാനി, മിത്രദ്രോഹി, ബ്രഹ്മഹത്യ ചെയ്തവൻ, ഗുരുപത്നിയെ ഗമിച്ചവൻ, സ്ത്രീ, രാജാവ്, മാതാപിതാക്കന്മാർ, പശു എന്നിവരെ ഹനിച്ചവൻ എന്നിങ്ങനെയുള്ളവരുടെ ആ സർവ്വപാപങ്ങൾക്കും പരിഹാരമായിട്ടുള്ള ആ ഒരേ ഒരു മാർഗം ഭഗവാന്റെ നാമം ഉച്ചരിക്കുകയാണ്. വ്രതാദ്യാനുഷ്ഠാനമാകുന്ന പ്രായശ്ചിത്തങ്ങൾ കൊണ്ട്, നാമോച്ചാരണം കൊണ്ടുണ്ടാവുന്ന അത്ര പാപനിവൃത്തി ഉണ്ടാകുന്നില്ല. ഭഗവാന്റെ നാമോച്ചാരണം പാപവാസനയെപ്പോലും നശിപ്പിച്ച് അന്ധകരണത്തെ ശുദ്ധീകരിക്കുന്നു. പിന്നെ പുത്രാദികളുടെ പേരായിട്ടോ പരിഹാസമായിട്ടോ ഗാനാലാപനത്തിൻ്റെ പൂർണ്ണമായിട്ടോ അവജ്ഞാഭാവത്തിലോ വീണിട്ടോ പരുക്കുകൾ പറ്റിയിട്ടോ സർപ്പാദികളാൽ ദംശിക്കപ്പെട്ടിട്ടോ രോഗാദികളാൽ തപിക്കപ്പെട്ടിട്ടോ അവശഭാവത്തിലെങ്കിലും ഹരേ നാരായണ ഭഗവാനെ എന്നിങ്ങനെ ആ ഭഗവൻ നാമം ഉച്ചരിക്കപ്പെട്ടാൽ ആ മനുഷ്യൻ പിന്നീട് നരകയാതന അനുഭവിക്കുവാൻ അർഹനല്ല എന്നാണ് പറയുന്നത്. തീർച്ചയായും അങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മാറുകയും വേണം. ആ ഭഗവൻ നാമം സർവ്വ പാപങ്ങൾക്കും പരിഹാരമാണ് എന്ന ആ ഒരു പരമാർത്ഥം അറിയാതെ തന്നെ അത് കീർത്തിച്ചാൽ പോലും ഫലം സിദ്ധിക്കും. ആ വിഷ്ണു പാർഷദന്മാർ ഇപ്രകാരം ഭാഗവത ധർമ്മങ്ങളെക്കുറിച്ച് യമകിങ്കരന്മാർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് അജാമിളനെ അവരുടെ ആ പാശബന്ധനത്തിൽ നിന്ന് വിടുവിച്ചു. മൃത്യുവക്ത്രത്തിൽ നിന്നും ഭഗവാന്റെ പാർഷദന്മാർ അജാമിളനെ രക്ഷിച്ചു. അങ്ങനെ ആ യമപാശത്തിൽ നിന്ന് മോചിതനായ അജാമിളൻ വിഷ്ണു പാർഷദന്മാരെ പ്രണമിച്ച് വന്ദിച്ചു. അവരാവട്ടെ പെട്ടെന്ന് തന്നെ അന്തർധാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ യമകിങ്കരന്മാരും വിഷ്ണു പാർഷദരും തമ്മിൽ തൻ്റെ മുൻപിൽ വെച്ചുണ്ടായ ആ ഒരു സംവാദം കേട്ടല്ലോ അജാമിളൻ. അങ്ങനെ ഈ അജാമിളന് ഭാഗവത ധർമ്മത്തെപ്പറ്റി ഒരു അവബോധം ലഭിക്കുകയും അദ്ദേഹം അധർമ്മചിന്ത വെടിഞ്ഞ് ഭഗവത് ഭക്തനായി തീരുകയും ചെയ്തു. പിന്നീട് ഈ അജാമിളൻ എന്തു ചെയ്തുവെന്നോ എല്ലാം ആലോചിച്ചു. അദ്ദേഹം കഴിഞ്ഞു വന്ന ആ ജീവിതയാത്ര ആലോചിച്ചു. അദ്ദേഹം അതിയായി പശ്ചാത്തപിച്ചു. എന്നെ കയറുകൊണ്ട് കെട്ടിവരിഞ്ഞ 3 ഭയങ്കരന്മാർ എവിടെ പോയി? അവരിൽ നിന്നും എന്നെ മോചിപ്പിച്ച ആ 4 സുന്ദരഗാത്രന്മാർ എവിടെ പോയി? ഞാൻ കണ്ടതെല്ലാം എന്തായിരുന്നു? സ്വപ്നമായിരുന്നു എന്നെല്ലാം അദ്ദേഹം ചിന്തിച്ചു. അതോടുകൂടി ആ ക്ഷണനേരത്തെ ഭഗവത് പാർഷദ സംഗമത്താൽ വിരക്തനും ബന്ധമുക്തനുമായി തീർന്നു അദ്ദേഹം. പിന്നീട് ഭഗവാനിൽ പൂർണ്ണമായും മുഴുകുവാനായി, ഭഗവാനെ ആരാധിക്കുവാനായി ഈ അജാമിളൻ പിന്നീട് ചെയ്തത് ഹരിദ്വാരത്തിലേക്ക് പോവുകയായിരുന്നു. അവിടെ വെച്ച് ഭക്തിയോഗം അവലംബിച്ച മനസ്സിനെ ഭഗവാനിൽ തന്നെ ഉറപ്പിച്ചു. അദ്ദേഹത്തിന് അപ്രകാരം ഭഗവാനിലുള്ള ഭക്തി അചഞ്ചലമായി തീർന്നപ്പോൾ മുൻപ് കണ്ടിരുന്ന വിഷ്ണു പാർഷദന്മാരെ
അദ്ദേഹത്തിന് വീണ്ടും ദർശിക്കുവാൻ സാധ്യമായി. അങ്ങനെ അദ്ദേഹം അവരെ ശിരസാ വന്ദിച്ചു. അദ്ദേഹം തൻ്റെ പഞ്ചഭൂതാത്മകമായ ശരീരം ഗംഗയിൽ പരിത്യജിച്ച് പാർഷദന്മാരുടെ രൂപം ധരിച്ച് പാർഷദരാൽ ആ അനീതമായ ദിവ്യ വിമാനത്തിൽ കയറി ലക്ഷ്മീകാന്തനായ ഭഗവാന്റെ ആ സന്നിധിയെ പ്രാപിച്ചു. വിഷ്ണു പാർഷദന്മാരാൽ നിവാരണം ചെയ്യപ്പെട്ട് തിരിച്ചുപോയ യമദൂതന്മാർ യമധർമ്മരാജാവിൻ്റെ സമീപത്ത് ചെന്ന് എല്ലാ സംഭവവും വിശദമായി തന്നെ അറിയിക്കേണ്ടായി. തങ്ങളാൽ പാശബദ്ധനാക്കി യമപുരിയിലേക്ക് ആനയിക്കപ്പെടാൻ ആരംഭിച്ചപ്പോൾ മഹാപാപിയായ അജാമിളനെ സുഭകന്മാരായ 4 പേർ ചെന്നെത്തി തടഞ്ഞുവെന്നും തങ്ങളുടെ സ്വാമിയായ യമരാജൻ്റെ കൽപ്പനയെ നിഷേധിച്ചവർ ആരായിരിക്കാമെന്നും മറ്റും അവർ യമധർമ്മനോട് സംശയം ചോദിക്കേണ്ടായി. തൻ്റെ ദൂതന്മാരുടെ വിവരണത്തിൽ നിന്ന് കാര്യമെല്ലാം മനസ്സിലാക്കി യമധർമ്മൻ താൻ സർവേശ്വരൻ അല്ല എന്നും സർവേശ്വരനായ സാക്ഷാൽ ശ്രീനാരായണൻ്റെ ആജ്ഞയെ നടപ്പിലാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂവെന്നും അദ്ദേഹത്തിൻ്റെ വിധിയാണ് എല്ലാത്തിലും ഉപരിയായിട്ടുള്ളത് എന്നും തൻ്റെ ആ ഭടന്മാരെ യമകിങ്കരന്മാരെ ബോധ്യപ്പെടുത്തി യമധർമ്മൻ. ബ്രഹ്മദേവൻ, ശ്രീ നാരദമുനി, ശ്രീ പരമേശ്വരൻ, സനൽകുമാരൻ, കപില മഹർഷി, സ്വയംഭുവ മനു, പ്രഹ്ലാദൻ, ജനക മഹാരാജാവ്, ഭീഷ്മർ, മഹാബലി, ശ്രീശുകൻ എന്നിവരും താനും മാത്രമേ അതിഗുഹ്യവും പവിത്രവുമായ ഭാഗവത ധർമ്മത്തെ അറിയുന്നുള്ളൂവെന്നും ഭഗവത് ഭക്തന്മാരായി ഭഗവാന്റെ ആ രക്ഷണത്തിൻ കീഴിൽ കഴിയുന്നവരെ യാതൊരു കാരണവശാലും സമീപിച്ച് പോകരുത് എന്നും യാതൊരുവൻ്റെ നാവ് ഭഗവൻ നാമം കീർത്തിക്കുന്നില്ലയോ, യാതൊരുവൻ്റെ ചിത്തം അതായത് ബുദ്ധി ഭഗവത് പാദങ്ങളെ ഒരിക്കലെങ്കിലും സ്മരിക്കുന്നില്ലയോ, യാതൊരുവൻ്റെ ശിരസ് ഭഗവാനായിക്കൊണ്ടൊരിക്കലെങ്കിലും നമിക്കുന്നില്ലയോ, ആ ഭാഗവത ധർമ്മം ഒരിക്കലും അനുഷ്ഠിക്കാത്ത അങ്ങനെയുള്ള ദുഷ്ടന്മാരെയാണ് അവർ തൻ്റെ സമീപത്തേക്ക് കൊണ്ടുവരേണ്ടത് എന്നും യമരാജൻ തൻ്റെ കിങ്കരന്മാരോടായി പറഞ്ഞു. തൻ്റെ ഭൃത്യന്മാർ ചെയ്ത അപരാധത്തിന് യമദേവൻ ഭഗവാനോട് ക്ഷമായാചനം പോലും ചെയ്തുവെത്രേ. നോക്കൂ, ഇവിടെ അജാമിളൻ ഒരു നേരം ഭഗവാനെ ഒരു പ്രാവശ്യം നാരായണ എന്ന് വിളിച്ചതുകൊണ്ട് അജാമിളന് ഇപ്രകാരമെല്ലാം ലഭിച്ചു. നാരായണ എന്ന് ഓരോ ദിവസവും ഓരോ നിമിഷവും വിളിക്കുന്നവരെ കുറിച്ചൊന്ന് സങ്കല്പിച്ചു നോക്കൂ. എത്രത്തോളം ഭഗവാൻ അങ്ങനെയുള്ള ആ ഭക്തന്മാരുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഒരു കഥയുമായി കാണാം. ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ ശരണം.